അപ്പൊ നമ്മളെ വൃന്ദാവനത്തേക്ക് പുതിയൊരു സമ്മാനം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മളെ പെട്ടി പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാൻ പോകണുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു സമ്മാനം നമ്മള് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്താന്ന് അറിയണ്ടേ, നമുക്ക് ഏതായാലും തുറന്നു നോക്കാല്ലേ. അപ്പൊ ഈ സമ്മാനം വന്നത് എവിടെന്നറിയോ? ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ അത് അയച്ചു തന്നിട്ട് സന്തോഷമായിട്ട് പോയി കൊണ്ടുവന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് പൊട്ടിച്ച് കാണാം. അതിങ്ങനെ പെട്ടിയിലാക്കി വെക്കാൻ പറ്റൂല കേട്ടോ കുറേ നേരമൊന്നും. അപ്പോൾ അപ്പൂന് എപ്പോഴായാലും ഇങ്ങനത്തെ പെട്ടി പൊട്ടിക്കാനൊക്കെ അപ്പു ആ സമയത്തേക്ക് ഇവിടെ എത്തും. ഇപ്പം സ്കൂളിട്ട് വന്നതാട്ടോ. അപ്പോൾ റൂസ് ഉണ്ടോ അതിൻ്റെ ഇടയിൽ? ഇത് മുറുക്കി ഞാൻ മുറിക്കണോ? ഓന് സ്കൂളിട്ട് വന്നതാണ്. ഇപ്പോൾ ചോറിൻ്റെ ഒരു ക്ഷീണമാണ്. ഉച്ചയ്ക്ക് ചോറിട്ടിട്ടില്ല, ഇപ്പോൾ വന്നിട്ടാ ചോറിന്. അധികം പണിയൊന്നും ഇല്ല അല്ലേ? നിശാഗന്ധി എന്നാണ് കേട്ടോ. പിന്നെ ഫോൺ നമ്പറൊക്കെ അറിഞ്ഞിട്ട് പറ്റാത്ത സംഭവമാണ്. ഓരോന്നോരോന്ന് ഞാൻ കാണിക്കട്ടെ കേട്ടോ. പൊതിഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇത് എന്താ മനസ്സിലായോ? ചെടികളാണ് കേട്ടോ നമ്മളെ വീട്ടിക്കുള്ള. ഇത് ചെമ്പരത്തി അല്ല, അതൊന്നും എഴുതിയിട്ടുണ്ടല്ലോ. പേര് കാണാനുണ്ട്. അല്ല അതെന്തോ ഒരു എന്താ സ്പ്ലാഷോ? സ്പ്ലാഷ് കാണട്ടോ. ആണോ? വീഡിയോ കാണിക്കണുള്ളൂ. ആ ചളിയാണ് പുറത്ത് ഉള്ളിക്കിട്ട് അടക്കി നമുക്ക് ആ ചളി കൂടെ ആകെ ചളിയൊക്കെ ആയി. അടച്ചള ഒരു നമ്മളിവിടെ പറയുന്ന ചേറില്ലേ, അതാണ് ഈ മണ്ണ്. നോക്കിയ വെള്ള അല്ലേ, സാധാ മണ്ണല്ല. ഇതിപ്പോ ചില്ലി ഓറഞ്ച് എന്ന് എഴുതിയിട്ടുള്ളത്. ചില്ലി ഓറഞ്ച്. എനിക്ക് തോന്നുന്നു ഇതാ മറ്റേ നമ്മള് കടലാസ് പൂവ് എന്ന് അറിയില്ലേ, അതാ അതിന്റെ പോലെ ഉണ്ട് കേട്ടോ. ആ മുള്ളുണ്ട്. പിന്നെ ഇലയൊക്കെ കണ്ടിട്ട് അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഓരോ സ്ഥലത്തേക്ക് അതിന് ഓരോ ഞങ്ങൾ കടലാസ് പൂവ് എന്ന് പറയും. അത് പല കളറിലാണ് ഇവിടെ കാണുക കേട്ടോ. കൊറേ ഉണ്ട്. ഇതിന് പേരുണ്ടാവും. ചെമ്പരത്തി പൂവേ ഇതെന്താണ് ഡോക്ടർ റയോ? എനിക്ക് അറിയില്ല. ഇതെന്താ സംഭവം എഴുതി വെച്ചതെന്ന് അറിയില്ല കേട്ടോ. ഇത് വെള്ളച്ചെമ്പരത്തിന്റെ പോലെ ഉണ്ട് സംഭവം. അതിന്റെ അല്ല എങ്ങനെയാണ് അല്ല ഓരോ നാട്ടിലേക്ക് ഒരു മാതിരി. ഇതുപോലെ ഉണ്ട് പേരൊക്കെ കേട്ടോ. ചിത്ര. ഇതും ഉള്ളുള്ളൊരു ചെടിയാണേ. അപ്പൊ ഇതും മൊണാലിസ റെഡ്. അപ്പൊ ചെടിന്റെ പേരിനാണ് സംഭവം എഴുതിയ മൊണാലിസ റെഡ്. നമുക്ക് സാധാരണ ചെടികളല്ലേ. അപ്പൊ നമുക്ക് ഇനി വെറൈറ്റി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് കാണാല്ലേ. പിന്നെ അത് യെല്ലോ എന്നാ ചില്ലി യെല്ലോ എന്നാണ്. അപ്പൊ നമ്മൾ ചില്ലി ഓറഞ്ച് കണ്ടു, അതേപോലെ ചില്ലി യെല്ലോ എന്നാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിത് തുറക്കല് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ബാക്കി വിശേഷമൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് പറഞ്ഞു തരും കേട്ടോ. ഇത് പർപ്പിൾ ക്യൂൻ എന്നാണ്. പർപ്പിളാണ് അത് കളർ. പൂവിന്റെ കളർ ആവും വേണമെങ്കിൽ പറയുന്നത്. ക്യൂൻ. സ്ലീപ്പിംഗ് ബ്യൂട്ടി. പക്ഷെ ഇതിന്റെയൊക്കെ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ കാണുന്നതില്ലേ. ജീവിതത്തിൽ അതിലല്ലേ പേരൊക്കെ കേൾക്കണേ. ഞാനും ചില്ലി വൈറ്റ്. അപ്പൊ ആ ചില്ലിന്റെ വൈറ്റ് ആണത്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ച ചെടി ഒന്നെ ആവും. ഇത് നോട്ടെന്നാല് ഞാൻ അതിന് ചാടണ്ട. ഇത്ര പോകുന്നതാ. അതുമ്പോ കുത്തിയപ്പോ റെഡിയായി. ടൊമാറ്റോ റെഡ്. തക്കാളിന്റെ ചോപ്പ്. പക്ഷെ തക്കാളിക്ക് ഇങ്ങനെ തൈ ഇങ്ങനെ അല്ലല്ലോ. അപ്പൊ ചെടിന്റെ ഇതാണ്. നമ്മള് എന്തായാലും ഇത് നമ്മളിതിൽ കുഴിച്ചിടാൻ പോവാണ് കേട്ടോ.
അപ്പൊ ഇതിന്റെ ചട്ടിയൊക്കെ റെഡിയാണ്. ഇത് കൊണ്ടുവന്നപ്പോ തന്നെ ചട്ടിയായിട്ടാ പോന്നിട്ടുള്ളത്. അപ്പൊ റെഡിയാക്കാൻ പോവാണ്. ചേച്ചീന്റെ അടുത്ത് കുറെ വെറൈറ്റി ആൾക്കാർക്ക് വലിയ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ബിസിയാണ് പറഞ്ഞു ചേച്ചി. വർത്താനം പറഞ്ഞപ്പോഴേ വാട്സാപ്പില് സന്തോഷമായിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വിളിച്ചു, ഇങ്ങനെ ഫസ്റ്റ് അഡ്രസ്സ് ചോദിച്ചു. അപ്പൊ ഡ്രസ്സിന്റെ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇട്ടെടുത്തും ചെയ്ത്. അപ്പൊ പിന്നെ വെച്ച് ഇങ്ങനെ പ്ലാന്റ് കുറച്ച് തരണമെന്നുണ്ട്, ഭയങ്കര ബിസിയാണ്, എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല, എന്റെ വീട്ടിൽ കുറെ ആൾക്കാരൊന്ന് വാങ്ങലുണ്ട്. അപ്പൊ ഭയങ്കര ഇതാണ്, ചെടിപ്രേമികൾ ഉണ്ടാവുകയെ. അപ്പൊ അതിന്റെ കോണ്ടാക്ട് നമ്പർ എവിടെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. പക്ഷെ ഇതിന്റെ ചെടിന്റെ പേരൊന്നും നമുക്കറിയില്ല. ഒന്നുകൂടി കാണിച്ചാൽ ചെടിന്റെ പേരെന്നെ ആവും ചിലപ്പോ. അത് ചെടികളൊക്കെ വേണ്ടവര് കോണ്ടാക്ട് ചെയ്യാ, അതാണ് സംഭവം. 8606 38 69 34 ആണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇന്നിപ്പോ നമ്മളിതൊന്നും കാണിക്കില്ല, ഞങ്ങളിത് കുഴിച്ചിട്ട് നമുക്ക് സമയം കുറെ ആയിട്ടുണ്ടെന്ന്. നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാം അല്ലേ? ഇതിന്റെ ബാക്കി നാളെ എടുക്കണം നമ്മള് വീഡിയോ. ചകിരിച്ചോറ് വേണം, മാത്രല്ല നല്ല മണ്ണും കിട്ടണം. ഇവിടെ ഇനി മണ്ണ് എടുക്കാം. ഇതൊന്നും കുഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് കുഴിച്ചിട്ട് തരും. പിന്നെ എന്താ പറയാ, ഇനി മണ്ണ് നമ്മള് നല്ല മണ്ണ് അതെ, നമുക്ക് സെറ്റ് ആക്കട്ടെ, ആദ്യം ഇതൊക്കെ റെഡി ആക്കട്ടെ, എന്നിട്ട് കാണാട്ടോ. ഇനി ഈ ചെടീനെ കുറിച്ചുള്ളത് ഇത് എന്ത് ചെടിയാണ്, എങ്ങനത്തെ ചെടിയാണെന്നൊക്കെ നമ്മൾ ചോദിച്ചറിയട്ടെ കേട്ടോ. എന്നിട്ട് പറഞ്ഞുതരാം. നമ്മളെ അഭിപ്രായത്തിൽ ഇത് നമ്മൾ പറയുന്ന ഈ കടലാസ് പൂവാണെന്നാ തോന്നുന്നത്. അതിന്റെ വേറെ വേറെ കളറാണ്. മുള്ളൊക്കെ കണ്ടിട്ട് പറയാട്ടോ. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാട്ടോ. നോക്കട്ടെ. എന്റെ അഭിപ്രായത്തിൽ എന്താ അറിയാ, പലതരം കടലാസ് പൂവിന്റെ കുറെ കളറുകളുണ്ടല്ലോ. അങ്ങനെ മഞ്ഞ, ഓറഞ്ച്, മെറൂണ്, അങ്ങനത്തെ അതാണ് ഈ സംഭവം. മുള്ളുണ്ടേ, മുള്ളിതാ. ചേച്ചിനോട് ഞാൻ ചോദിച്ചിട്ട് ഇന്നലെ നമുക്ക് ഒരുപാട് സമയം ഇപ്പോൾ വിശേഷം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വേഗം നിർത്തി. നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാന്. അപ്പൊ അതിന്റെ ഉള്ള പണികളാണ് ഇട്ടത്. ഇതെന്താ നമ്മളെ പാടത്ത് പോയി കൊടുന്നത്. അതെ, ഇത് പൊടിയാക്കാണ് ഞാൻ. ചാണകത്തിന്റെ കട്ടയാണ്, ഉണങ്ങിയിട്ടുള്ള കട്ട. അപ്പൊ ഇത് പൊടിയാക്കണം. ഇത് പിന്നെ അപ്പൊ ചേർമൈ ചേർക്കരുതിട്ടാ, കുറച്ച് കല്ലങ്ങോട്ട് പൊന്തിച്ചേക്കിട്ടാ. അങ്ങോട്ട് ആ കല്ലേറ ഒട്ടമ്മയ്ക്ക് അങ്ങോട്ട് ആക്കണ്ട. തെങ്ങും കഴുങ്ങൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ഇടയിലുള്ള ആ ചാലിലുള്ള ചളിയാണിത്, ചേറ്. അപ്പൊ ഇതും കൂടി കൂട്ടിയിട്ട് നമ്മളെ ഈ പാത്രത്തിൽ ഒരു സംഭവം വെക്കണം. മുമ്പ് നമ്മളെ വീട്ടിലുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ആമ്പല് കേട്ടോ. അതവിടെ ഞങ്ങളിവിടെ കൊരവക്കുളം പറയേ. ആ കുളത്തുനിന്ന് ഇതേപോലെ ഒരു വിത്ത് ഇട്ടിട്ട് ഞങ്ങൾ ഉണ്ടാക്കി, പൂവ് വിരിഞ്ഞിട്ടൊക്കെ അടിപൊളിയായിരുന്നു. നിറയെ മീനുകളും ഉണ്ടായിരുന്നു. അപ്പൊ വീണ്ടും നമുക്കൊരു ആമ്പല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 10-50 തരം ചെടികൾ ഇപ്പൊ നമ്മളെ കയ്യിലുണ്ട്. അതിൽ കുറെ ചെടി ഇത് കാണിച്ചു കൊടുത്തേ, സിന്ധു ചേച്ചി കാണാത്ത. ഇതൊക്കെ സിന്ധു ചേച്ചിന്റെ വീട്ടിലത്തെ ചെടി. 2 പത്തണി മുല്ല ചെടി ലാസ്റ്റത്തെ എല്ലാം എറണാകുളം ആൾക്കാരാണ്. പക്ഷെ എല്ലാം ഉണർന്നു. ഇതാക്കണ്ട ഇവിടെ ഒരു ശേഖരം വെച്ചിട്ട് ഇഷ്ടം പോലെ. ഇന്നലെ ഇതാണ് നമ്മള് ഇന്ന് കിട്ടിയത് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ വിശേഷങ്ങള് നമ്മള് വഴിയെ കാണാം. ഇതൊരു മുട്ട നാളത്തെ വിശേഷത്തിലുണ്ടാവും. അപ്പൊ ഇത് ഞങ്ങൾ ഇതിൽ വെക്കാൻ പോവാണ്. ചേറും ചാണകം ഒപ്പൊടിയൊക്കെ കൂട്ടിയിട്ടാണ് വെക്കണത്. എന്നാലുള്ളല്ലോ പൂവ് വിരിയ. അപ്പൊ അതിമൊരു മുട്ട ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് കുറേ ചെടികൾ വെക്കാനുണ്ട്. അല്ല, കുപ്പികളൊക്കെ റെഡി ആയിക്കാണ്. അപ്പൂസേ, ഇതൊക്കെ കയറുകൊണ്ട് കെട്ടാനുണ്ട്, എന്നിട്ട് വെള്ളം നിറയ്ക്കണം. ഇതൊക്കെ നമുക്ക് ചട്ടി കുറേ ഉണ്ട്. ഇവിടെ ചട്ടി ഉണ്ട്, പാറുവിൻ്റെ അടുത്ത് ചട്ടി ഉണ്ട്. ഇഞ്ചി പോലെ ചെടി ഉണ്ടാക്കാം. മറ്റേ ഓടരുത് കേട്ടോ. ഇഷ്ടംപോലെ ചട്ടി ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഇന്നലെ നമ്മള് വെച്ചില്ലേ, നമുക്ക് കിട്ടിയ റോസാ ചെടികള്, ചില്ലി ഓറഞ്ച്, ചില്ലി റെഡ്, ചില്ലി വൈറ്റ് എന്നൊക്കെ കോളിയാണ്. അപ്പൊ ആ ചെടികളൊക്കെയാണ് വെച്ചത് കേട്ടോ. അത് കാണിച്ചിട്ട് നമ്മളിന്നലെ കിട്ടിയ ചെടികളാണ്. ഇതൊക്കെ ഇന്നലെ കിട്ടിയ ഈ 10 2 മൺചട്ടിയും വാങ്ങി, ബാക്കി പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയും വാങ്ങിയത്. വാങ്ങിക്കണേ. കോഴി ഉണ്ടല്ലേ അവിടെ, കോഴിന്റെ അടുത്തേക്കാ വേറെ വെറൈറ്റി ഒന്ന്. ഇതിന്റെ വെറൈറ്റി ഇതല്ല വാങ്ങിയല്ലേ ഷിജ അല്ലേ? ഇത് നമ്മളൊരാൾ ചെയ്തതാട്ടോ. അത് നമുക്ക് ഇനിയിപ്പോ ഷിജി നമുക്കൊന്നും ചെയ്യണ്ട ഇങ്ങനത്തെ. ഇതൊക്കെ പിന്നെ നമ്മൾക്ക് മറ്റേ ഇതിന്റെ കുട്ടിയാ.
ഇതിലൊക്കെ ഇനി ഓരോ പരിപാടികളാട്ടോ, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഓരോ മോഡലൊക്കെ. ഇത് വേറെ മോഡല്, ഇത് വേറെ മോഡല് ഒക്കെ പൊട്ടണ ഉപ്പിയ. ചെടി ഉണ്ടാക്കാൻ കൂട്ടണച്ച് കൊഞ്ച ചെടി ഉണ്ടാക്കാൻ കൂട്ടണച്ച് ചെടി ഉണ്ടാക്കാൻ കൂട്ട ചെടി 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 എന്നാ കൂട്ടണച്ച് കടിക്കുക. ഞാൻ കടന്നട്ടോ, ഞങ്ങളിപ്പോൾ വരാം. അപ്പം ഞങ്ങൾ കുറച്ച് ചേട്ടന്നിട്ടൊക്കെ റെഡി ആക്കണം, അവർ കാണിക്കാം. അപ്പൂസ് ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോകണം. അപ്പൂസ് നമ്മൾ ആട്ടെല്ലൊക്കെ കഴുകണം. ആ ഗോതമ്പ് തന്നെ നല്ലത്. ഇപ്പം ഞാൻ ഇതുവരെ 2 കൊല്ലടക്കം അടക്കണം. ഇത് എടുത്തു വന്നപ്പോൾ നിങ്ങൾക്ക് ആവശ്യമല്ലേ, നിങ്ങൾക്ക് അമ്മയാൻ കടുത്തരാം. അതൊക്കെ റെഡി ചെയ്ത് തരാം. അപ്പം ഞാൻ എടുത്തു തരാം. അപ്പം എൻ്റെ ആഗ്രഹം നിറവേറട്ടപ്പോൾ. ഈ പവർ ടൂൾ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് A1 മഞ്ചേരി A1 എന്ന് വാങ്ങിയാണ് അല്ലേ. അപ്പോൾ അതായത് അപ്പോൾ ഒരു പാർസലായിട്ട് കൊറിയറൊക്കെ ആൾ ഇന്ത്യ ഡെലിവറി ഉണ്ടല്ലേ. മൊത്തം എല്ലാ ഇഷ്ടംമാതിരി സാധനം ഐറ്റംസുകളുണ്ട് കേട്ടോ അവിടെ. നല്ല പവറാണ്. ഇത് ടാഗ് ചെയ്യാം. പവർഫുള്ള എന്താ അതിന് മതി. എന്നാ കറണ്ട് ഉണ്ടാവില്ല. കുറെ ആൾക്കാരുണ്ടാവും. ആ കറണ്ട് ഉണ്ടായിട്ട് അപ്പൊ ഓണാവില്ല, കറണ്ട് ഇല്ല. ഞാൻ കാര്യം പറയട്ടെ, നമ്മളിത് ഇവിടെ വെച്ചാലേ മഴ നോക്കി മൂടണം. ഏത് വെച്ചാല് അത് വെച്ചാമ്പല ചെയ്ത് എന്താ സീറ്റില്ലേ നമുക്ക് മൂടാന്, വലിയ സീറ്റ്. അതിന്റെ പഴയ വീടിന്റെ ഷീറ്റില്ലേ. മീൻ ഇവിടെ ഉണ്ടല്ലോ. ആ തിന്നണ മീനോ? ഇപ്പൊ കണ്ടില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇനി കുറച്ച് നമ്മള് 10 മിനിറ്റ് വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിലൊരു നമ്മള് കുഴപ്പമല്ലോ. ഇനി ഓരോ വിഷയങ്ങള് വരാൻ പോയിട്ട് നാളത്തെ വീഡിയോയിലുണ്ടാവും. കരണ്ടോളൂ അവിടെ കടന്നായിട്ടോ. കുറച്ച് അടിപൊളിയല്ലത്. മണ്ണ് ചാണകല്ലേ. ബാക്കിയുണ്ടല്ലോ. ചാക്കി നമ്മൾ പോലെ പറയണം. ആ ചെടി ഒന്ന് റെഡിയാക്കണം. കുറച്ച് മണ്ണ് ചേറുണ്ടല്ലോ. അവിടെ നിന്നട്ടോ. രണ്ടും കൂടി മിക്സ് ആയിട്ടല്ലേ. നടുവിലെ കുറച്ച് അപ്പുറത്ത് വെക്ക. എന്ത് നടുവില് വെക്കുക. എന്നിട്ട് വെള്ളം ഒഴിക്കുക. ഇത്രക്ക് വെള്ളം ഉണ്ടാവും. നമുക്ക് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ. അപ്പൊ സന്ദേശിക്ക് കൊടുത്തന്ന് അവിടെ കഴിക്കോ. എന്ത് ചെളിയാവോ? ഓ അടിപൊളിയല്ലേ. എന്താ കല്ലൊക്കെ വെളുത്തു. നല്ല വെളുപ്പിക്കട്ടെ അവിടെ. റോട്ടിക്കണ്ടേ. നല്ല വെളുപ്പുണ്ടല്ലോ. ഒന്ന് കാട്ടിക്കാം, കാണിച്ചെടുക്കാം. ആരപ്പത് എന്നെ പറ്റുന്ന വീഡിയോ കാണും. ഇതൊക്കെ വെള്ളം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇന്നൊരു വീട്ടിൽ പോയപ്പോഴാണ് മനസ്സിലായത്. ആ വീട് സർപ്രൈസ് ആയിട്ടാണ് ചേച്ചിയാ. ഇതൊന്ന് അടിപൊളിയാക്കി വെച്ചാൽ നമ്മൾ അതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് റെഡി ആവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കാൻ വേണ്ടി പോവാ. അപ്പൊ വെള്ളം ആയിക്കൊടുത്താ
ഒരെണ്ണല്ലുള്ള ഒരു ആമ്പലുള്ളൂ. നമ്മൾ ആമ്പൽ വെക്കാൻ പോകട്ടോ. പായ അത് വേറെ അത് വെക്കാ. പിന്നെ ഇത് ഒരെണ്ണം മതി കേട്ടോ, ആകെ പരന്നുണ്ടാവും. മുതല നമ്മള് ആമ്പലിനെ വെക്കാം. അമ്മ അതിപ്പോ കൊണ്ടുണ്ടത്. ഇപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ട് ഇപ്പൊ തൽക്കാലം. എന്നിട്ട് മതി. ഇതിപ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ട്, ഞാൻ റെഡി ആയി തരാം. എന്നിട്ട് ആയിക്കോളൂ. വെള്ളം തരാൻ പറയും. അപ്പൊ 102 വെള്ളം കാട്ടിക്കോ. ഇവിടെ ഓഫാക്കിയുണ്ട്. അത് കുഞ്ഞേ ഇതിക്ക് വെള്ളം വേണം കിട്ടിയ ഇതിലുള്ളപ്പോ മണ്ണാവില്ലേ, മണ്ണിട്ട് മൂടൂലേ? നല്ല മണ്ണിട്ട് മൂടണം. അങ്ങനല്ല. അപ്പൊ ചളിയാ അതുകൊണ്ടല്ല കുട്ടി. ഓഫാക്ക്. ഈ ഓസ് മതി. ഓഫാക്കിട്ട് ഓസ് ഇതാക്കി ഓണാക്കി. ഈ ഓസ് ഇങ്ങോട്ട് പിടിക്കും. ഇത് ദൂരെ മതി. എന്തിനാ ഊര? ഏതോ ഇത് ഊരാൻ കിട്ടും. അത് ഊരണ്ട. അവിടെ ഊരാൻ പറ്റും കേട്ടോ. അവിടെ ഒരിക്കലും ഊരരുത്. ഇവിടെ ഊരത്. മെല്ലെ മെല്ലെ മെല്ലെ. നല്ല രസത്തിൽ കിടക്കുന്ന അവിടെ നിന്ന് അങ്ങനെ വെച്ചാൽ നമ്മൾ രസത്തിലാക്കുമല്ലോ. കെട്ടുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതിന് ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൂസ അപ്പോൾ ഇതൊരു പുതിയ തരം ഹാങ്ങിങ് കേട്ടത്. നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇങ്ങനെ റെഡി ആയി തരേണ്ടത്. എൻ്റെ അടിപൊളിയായിട്ട് ചെയ്തു തരേണ്ട വീഡിയോ. അപ്പൂസ സാറായിട്ട് കുലജ് അപ്പൂന് വേറെ എന്തെങ്കിലും പണിയുണ്ടാ പിന്നെ അതുമ്മക്കാ. ഇത് ശ്രദ്ധിക്കുന്നില്ല. കുട്ടിയെ അച്ഛനുള്ള വെച്ചോ. ഇതൊക്കെ നമുക്ക് ടാഗ് ചെയ്യാലോ വേണമെങ്കിൽ ചെടിച്ചട്ടിയിലേ. പക്ഷെ ഇത് അങ്ങനത്തെ അല്ല ഇടത്. മറ്റേ ഇവിടെ മറ്റേ ഓഫർ കിടക്കുന്നുണ്ട്. മറ്റേ ചീപ്പ് റേറ്റ് പെരുന്തലാണെന്ന് വാങ്ങിയാൽ അത് മതി. 4 ഭാഗത്തേക്ക് വെക്കണം. പിന്നെ നമുക്ക് വെക്കാൻ ശരിയാക്കാൻ പറ്റില്ലല്ലോ. അതിനാണ് ഞാൻ റെഡി ആക്കണം. 4 ഭാഗത്തേക്ക് വെക്കണം. ഇങ്ങനെ തുണിക്കാനാണ് അത്. പിന്നെ ആക്കാതാ നിങ്ങളെ കൈ തോന്നെടുത്തു ഇപ്പൊ തൽക്കാലം ഇല്ല. ഇനി നമുക്ക് ഇവിടെ കുറച്ചൊക്കെ റെഡി ആക്കിയിട്ട് കേട്ടോ. ഇതൊക്കെ അതൊക്കെ അതുകൊണ്ട് ഇങ്ങനെ കേടുന്നിട്ട് വിണ്ട് കയറിയിട്ടൊക്കെ കണ്ടില്ലേ ചേച്ചിയാ? മീൻ ഇട്ടില്ലേ? മീൻ ഇട്ടില്ലേ? ഇതിലൊക്കെ ഇനി മീനാളെ പരിപാടി കേട്ടോ. ഇനി ഇവിടെ ഉണ്ട്. ഇത് വേറെടുത്ത് വെക്കണം. എന്നാൽ 2 സ്ഥലത്ത് ഇത് വെക്കാം. ഇനിയിപ്പോ നമുക്ക് ഈ ഇല ഉണ്ടാണ് പരിപാടി. ഈ ഇല കുത്തിയാല ഉണ്ടാക്കുക. നല്ല രസം ഉണ്ടാവും. നോക്ക്. അതല്ല ഇത് മാറ്റണം. അതിന് എന്നാലും 2 ഇല കുത്താ. പകുതിയും ഇപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണട്ടോ. അടിപൊളിയിലത് ഈ ചട്ടിയുടെ അപ്പൊ അങ്ങോട്ടല്ല ഇത് പിടക്കി. ഇത് 3 പിടക്കി. ഇത് 3 പിടക്കണം. ഈ ചട്ടീന്റെ ഞങ്ങളിന്ന് വാങ്ങിയ ചട്ടി പറല്ലേ, അതിന്റെ പല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഹാഷ് കളർ ഉണ്ട്, ചുമപ്പുണ്ട്, മഞ്ഞുണ്ട്, കറുപ്പുണ്ട്, അങ്ങനത്തെ എല്ലാ കളറും ഉണ്ട്. പക്ഷെ നമുക്കൊരു കൂടുതലൊരു എടുത്ത് കാണിക്കുന്ന കളറല്ല ഇഷ്ടം. അത് കാരണം ഇത് വാങ്ങിയത് കേട്ടോ. പക്ഷെ എല്ലാം വാങ്ങിയില്ലേ? ഇത് ഇഷ്ടപ്പെട്ടവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പറയണേ. അപ്പൊ തുടങ്ങണല്ലേ പരിപാടികള്. ഇപ്പൊ ഞാൻ അടുത്ത വിശേഷത്തില് വീഡിയോ ലെങ്താവും കാണിച്ചു തരാം അല്ലേ. രണ്ടാളും 2 കൊമ്പത്താ. ഇപ്പൊ നാളെ കാണാം. ബൈ.